ഡിയർ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേഷനും തമ്മിലുള്ള ചില വ്യത്യാസങ്ങളെക്കുറിച്ചാണ്, ഡിഫറൻസിനെ കുറിച്ചാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് വേഴ്സസ് സ്പെക്കുലേഷൻ. ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ടേം നമ്മൾ പഠിച്ചു അല്ലേ? അതുപോലെ തന്നെ സ്പെക്കുലേഷൻ ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെല്ലാം കേട്ടിട്ടുണ്ടാവും സ്പെക്കുലേഷൻ, സ്പെക്കുലേറ്റേഴ്സ് എന്നൊക്കെ അല്ലേ? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേഷനും. ആദ്യം എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് സ്പെക്കുലേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് നമുക്കറിയാം അല്ലേ? എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്? പല ഡെഫിനേഷനും ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് കമ്മിറ്റിംഗ് അവർ കറണ്ട് ഫണ്ട്സ് വിത്ത് ദി എക്സ്പെക്റ്റേഷൻ ഓഫ് ഗെറ്റിംഗ് ഫ്യൂച്ചർ ബെനിഫിറ്റ്സ് അല്ലേ? ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേണിന് വേണ്ടി കറണ്ട് ഫണ്ടിനെ മുടക്കുന്ന ഒരു ഏർപ്പാടിന് പറയുന്ന പേരാണെന്ത്? ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ പഠിച്ചു. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ നോക്കുകയുണ്ടായി അല്ലേ? ദെൻ സ്പെക്കുലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ? എന്താണ് സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ? പ്രത്യേകിച്ച് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ ഊഹം എന്നാണ് പറയുക അല്ലേ? സ്പെക്കുലേറ്റീവ് ട്രേഡിംഗ്, ഊഹ കച്ചവടം എന്നാണ് പറയുക. സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻ അല്ലേ? ഊഹപരമായിട്ടുള്ള ഇടപാടുകൾ. അപ്പം എന്താണ് സ്പെക്കുലേഷൻ്റെ പ്രത്യേകത? ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് പെർസ്പെക്റ്റീവിലുള്ള സ്പെക്കുലേഷൻ്റെ മീനിങ്? അപ്പോൾ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ടേക്കിംഗ് അപ്പ് investment risk in the hope of getting short-term gains or short-term profits. അപ്പോൾ സ്പെക്കുലേഷൻ എന്താണ്? ഇറ്റ് is nothing but making or committing funds or taking business risk or taking risk associated with the investment with the hope of getting some immediate gain, some short-term profits, a higher short-term profit. അപ്പോൾ ഇങ്ങനെ വളരെ ഇമ്മീഡിയറ്റായിട്ട് ലാഭം കിട്ടും അല്ലെങ്കിൽ ലാഭം കിട്ടണം എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മുടെ ഫണ്ടിനെ മുടക്കുമ്പോൾ അതിനെന്ത് പറയാം? സ്പെക്കുലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും എന്താണ് ചെയ്യുന്നത്? ഇവിടെയും ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ സെക്യൂരിറ്റീസ് വാങ്ങിക്കും, സെക്യൂരിറ്റീസ് വിൽക്കും. ഓക്കെ, പക്ഷേ സ്പെക്കുലേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പെക്കുലേറ്റേഴ്സ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ്റെ ഫലമായിട്ട് നമ്മൾ നടത്തുന്ന കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് ഒരിക്കലും ദീർഘകാലത്തേക്ക് ചെയ്യുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? വളരെ ഷോർട്ട് പീരീഡിലേക്കാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്പെക്കുലേഷൻ എന്ന് പറയുന്നതിന് നമുക്ക് വേറെ രീതിയിൽ എങ്ങനെ പറയാം? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിങ് സെക്യൂരിറ്റീസ് വിത്ത് ദി എക്സ്പെക്റ്റേഷൻ ഓഫ് ഗെറ്റിംഗ് പ്രോഫിറ്റ് ഫ്രം ദ പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. മാർക്കറ്റിലുള്ള വില വ്യത്യാസത്തിൻ്റെ ഫലമായി ലാഭമുണ്ടാക്കാൻ വേണ്ടി സെക്യൂരിറ്റികൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെ സ്പെക്കുലേഷൻ എന്ന് പറയാം അല്ലേ? ഇപ്പം നമുക്കൊന്നുകൂടെ സ്പെക്കുലേഷനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ പറയാം? സ്പെക്കുലേഷൻ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ടെർമിനോളജി refers to buying and selling securities with the expectation of getting short-term profit from mainly the price fluctuations. അപ്പോൾ ഇതാണ് സ്പെക്കുലേഷൻ. സ്പെക്കുലേഷൻ്റെ നേച്ചർ എന്താ? ഇവിടെയും ഷെയറുകളോ ഡിബഞ്ചറുകളൊക്കെ നമ്മൾ വാങ്ങിക്കും, അതെല്ലാം വിൽക്കുകയും ചെയ്യും. പക്ഷേ എപ്പോൾ വാങ്ങിക്കും, എപ്പോൾ വിൽക്കും? വാങ്ങിച്ച ഉടനെ തന്നെ വിൽക്കാം, വാങ്ങിച്ചതിന് ശേഷം ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ 2 മാസമോ അല്ലെങ്കിൽ 1 മാസമൊക്കെ കഴിഞ്ഞും വിൽക്കാം. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? ഒരു ലോങ് പീരീഡിലേക്ക് നമ്മളത് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എന്ത് മാത്രമാണ് കിട്ടുക? റിട്ടേൺ ആയിട്ട് കിട്ടുക? റിട്ടേൺ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ മാത്രം അല്ലേ? പ്രൈസ് ഡിഫറൻസ് അല്ലെങ്കിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസിൻ്റെ ഫലമായി ലഭിക്കാവുന്ന പ്രോഫിറ്റ് മാത്രമേ കിട്ടൂ അല്ലേ? പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻ്റെ ഫലമായി ലഭിക്കുന്ന പ്രോഫിറ്റിനെ നമ്മൾ എന്താണ് നേരത്തെ പഠിച്ചത്? അതിനെ ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുക അല്ലേ? അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സ്പെക്കുലേറ്റേഴ്സ് എമൗണ്ടിനെ
എന്ത് ചെയ്യുന്നത്? നിക്ഷേപിക്കുന്നത്. ഓക്കെ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ അല്ലാതെ വേറെ എന്താണ് നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുക? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേണിനെ കുറിച്ച് ഇപ്പോൾ പഠിച്ചു. ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കൺസിസ്റ്റ് ഓഫ് 2 പാർട്സ് അല്ലേ? ഒന്ന് ഇൻകം ആണ്, വേറൊന്ന് ക്യാപിറ്റൽ ഗെയിൻ ആണ്. അപ്പോൾ ഇൻകം പ്ലസ് ക്യാപിറ്റൽ ഗെയിൻ ആണ് ടോട്ടൽ റിട്ടേൺ അല്ലേ? പക്ഷെ ഇവിടെ എന്തിനുള്ള സാധ്യതയില്ല, വളരെ ഷോർട്ട് പീരീഡിലാണ് നമ്മൾ ഇത് ചെയ്യുന്നതൊന്നും കൊണ്ട് അല്ലേ? സ്പെക്കുലേഷൻ ചെയ്യുന്നത് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ടാണ്, ഷോർട്ട് ടേം ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് ഓഫ് ഫണ്ടാണ്, ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം കമ്പനികൾ ഡിക്ലെയർ ചെയ്യുന്ന ഡിവിഡൻഡോ അല്ലെങ്കിൽ കമ്പനികൾ നൽകുന്ന പലിശയോ ഒക്കെ കിട്ടാനുള്ള, ഇൻകം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം പിന്നെ എന്താ കിട്ടുക, അല്ലെങ്കിൽ എന്തായിരിക്കും ലാഭമായിട്ട് വരുന്നത്? അത് ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ് കിട്ടുക അല്ലേ? ക്യാപിറ്റൽ അപ്രീസിയേഷൻ എങ്ങനെയാണ് വരിക? വാങ്ങിക്കുന്ന വിലയേക്കാളും കൂടുതൽ വിലയ്ക്ക് വിൽക്കുമ്പോൾ കിട്ടുന്നതിനെയാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ ഗെയിൻ അല്ലേ? അപ്പോൾ ഈ ക്യാപിറ്റൽ ഗെയിൻ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യപ്പെടുന്ന ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന പേരാണ് സ്പെക്കുലേഷൻ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും രണ്ടും എന്താണ് ചെയ്യുന്നത്? ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് സെക്യൂരിറ്റീസ് ആണ് അല്ലേ? ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് സെക്യൂരിറ്റീസ് ഫോർ മേക്കിംഗ് പ്രോഫിറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഫോർ മേക്കിംഗ് റിട്ടേൺ തന്നെയാണ് അല്ലേ? പക്ഷെ അതിൻ്റെ ടൈം പീരീഡിൽ അല്ലേ, അതിൻ്റെ ടൈം ഹൊറൈസൺ അല്ലേ, അതിൽ മാത്രം വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ലക്ഷ്യത്തിലും വ്യത്യാസമുണ്ട് അല്ലേ? ഇങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇത് രണ്ടും ഒരേ തരത്തിൽ പറയുന്ന രണ്ട് ടേംസാണ് അല്ലേ? ഒരേ മീനിങ് ഉള്ള അല്ലെങ്കിൽ ഒരേ തരത്തിൽ ഉപയോഗിക്കപ്പെടുന്ന രണ്ട് ടേംസാണ് അല്ലേ? ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ലേമാൻ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് സ്പെക്കുലേഷൻ, സ്പെക്കുലേഷൻ തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ ഫിനാൻസ് പഠിക്കുന്ന സ്റ്റുഡൻസ് എന്ന നിലയിൽ നമ്മളടുത്ത് ചോദിക്കുകയാണ് സ്പെക്കുലേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേറെയാണ്, സ്പെക്കുലേഷൻ വേറെയാണ്. കാരണം നമുക്കിതിനെ രണ്ടിനെയും ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഒന്നിൻ്റെ ഒബ്ജക്റ്റീവ് അല്ല വേറൊന്നിൻ്റെ, ഒന്നിൻ്റെ ടൈം ഹൊറൈസൺ അല്ല വേറൊന്നിൻ്റെ, ഒന്നിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ അല്ല വേറൊന്നിന് കിട്ടുക അല്ലേ? ഇങ്ങനെ കുറേയധികം വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഒരു ഫിനാൻസ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെക്കുലേഷൻ തമ്മിൽ എന്തുണ്ട്? വ്യത്യാസം ഉണ്ട്. പക്ഷെ എങ്കിലും ഈ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ തിന്നാണ്. ക്ലിയർ? അതുകൊണ്ട് നമുക്കൊരു ഡിവൈഡിങ് ലൈൻ ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം രണ്ടിലും ട്രേഡിങ് നടക്കുന്നു, രണ്ടിലും ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്നു, രണ്ടും ചെയ്യുന്ന ചിലപ്പോൾ ഒരേ വ്യക്തികൾ തന്നെയായിരിക്കും ചെയ്യുക അല്ലേ? രണ്ടിലും റിട്ടേൺ കിട്ടും, രണ്ടിലും റിസ്ക് ഉണ്ട് അല്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ഇത് തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡിസ്കഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡിസ്കഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും സ്പെക്കുലേഷൻ്റെയും വ്യത്യാസങ്ങൾ എന്താണ്, ഡിഫറൻസ് എന്താണ്. ഓക്കെ, അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം. ഇൻവെസ്റ്റ്മെൻറ്റ് വേഴ്സസ് സ്പെക്കുലേഷൻ. നമുക്കിതിനെ 3 കോളമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നോക്കാം. നിങ്ങളുടെ പരീക്ഷ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റുന്ന കാര്യത്തിന് വേണ്ടി നമുക്ക് ടേബിൾ തിരിച്ച് അല്ലേ നമുക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിട്ട് അതിനെ മനസ്സിലാക്കാനും പരീക്ഷയ്ക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ടേബിളാക്കിയിട്ട് നൽകിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു പീസ് ഓഫ് പേപ്പർ അല്ലെങ്കിൽ ഒരു പീസ് ഓഫ് പേപ്പർ എടുത്ത് ഇങ്ങനെ ഒരു 3 കോളമായിട്ട് വരച്ചതിന് ശേഷം അതിൽ ആദ്യത്തെ കോളം എന്താ? പോയിൻ്റ് ഓഫ് ഡിഫറൻസ് അല്ലേ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യാസമുള്ളത്? പോയിൻ്റ് ഓഫ് ഡിഫറൻസ്. രണ്ടാമത്തെ കോളം ഇൻവെസ്റ്റ്മെൻറ്റ്, മൂന്നാമത്തെ കോളം സ്പെക്കുലേഷൻ. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓരോ പോയിൻ്റ് ഓഫ് ഡിഫറൻസ് നമ്മൾ ആദ്യം നോക്കിയ ശേഷം അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, സ്പെക്കുലേഷൻ എന്താണ്, ഇങ്ങനെ നോക്കി പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും സ്പെക്കുലേഷനൊക്കെ ഡിഫറൻസസ് നോക്കുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മീനിങ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ നേച്ചർ കുറച്ചുകൂടെ ബ്രോഡായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഉദ്ദേശം. മാത്രമല്ല നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മിക്കവാറും എല്ലാ വർഷവും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സ്പെക്കുലേഷൻ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കും. ഓക്കെ, ആദ്യത്തെ പോയിൻ്റ് ഓഫ് ഡിഫറൻസ് വന്നത് ഓൺ ദ ബേസ് ഓഫ് റിസ്ക് ആണ്. റിസ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയും സ്പെക്കുലേഷൻ നമുക്ക് എങ്ങനെ വേർതിരിക്കാം, ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാം. സോ ഓൺ ദ ബേസ് ഓഫ് റിസ്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? മോഡറേറ്റ് റിസ്ക് വരുന്നതാണ്. സ്പെക്കുലേഷൻ എന്ന് പറയുന്നതോ ഹൈ റിസ്ക് ഇൻവോൾവ് ചെയ്യുന്നതാണ്.
ക്ലിയർ? എന്താ ഇങ്ങനെ പറയാൻ കാരണം ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ കുറേയധികം പോർട്ട്ഫോളിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലേ? ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാം. പല കമ്പനികളുടെ ഷെയറിനെയും കുറച്ച് കുറച്ചായിട്ട് വാങ്ങിക്കാൻ പറ്റും. നിക്ഷേപങ്ങൾ വേണമെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഒഴിവാക്കുകയും ആവശ്യമുള്ള നല്ല ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആൾട്ടർനേറ്റീവ്സ് തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ സ്പെക്കുലേഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലേ, അവിടെ എന്താണ്, വളരെ ഷോർട്ട് പീരീഡാണ്. ആ പീരീഡിൽ കിട്ടുന്ന റിട്ടേൺ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ നല്ല റിട്ടേൺ കിട്ടുമായിരിക്കും. പക്ഷേ അതിൽ എന്തുണ്ട്, വളരെയധികം റിസ്ക് ഉണ്ട്, അല്ലേ? ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ നോക്കുക, ഒരു നിശ്ചിത ഒരു പ്രത്യേക ദിവസം നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കുറയും, അല്ലേ? ചിലപ്പോൾ വളരെ പെട്ടെന്ന് കൂടുകയും ചെയ്യും. ഇങ്ങനെ വളരെ പെട്ടെന്ന് കൂടുകയും കുറയുകയും ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ ഒരു മാസമോ ഒരു വർഷമോ ഒക്കെ നമ്മൾ ലോങ് പീരീഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2 വർഷമോ 3 വർഷമോ എടുക്കുകയാണെങ്കിൽ വലിയ മാറ്റമില്ലാതെ തുടരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഷോർട്ട് പീരീഡിൽ നടക്കുന്ന സ്പെക്കുലേഷൻ ഹൈലി റിസ്ക്കിയാണ്. അതുപോലെ തന്നെ ലോങ് പീരീഡിൽ നടത്തപ്പെടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൂടെ മോഡറേറ്റ് ആയിട്ടുള്ള റിസ്ക് ഉള്ളതാണെന്ന് പറയാൻ പറ്റും. ഈ മോഡറേറ്റ് റിസ്കിനെ നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയാം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സെക്യൂരിറ്റി അനലൈസ് ചെയ്യും, കമ്പനി അനലൈസ് ചെയ്യും, ഇൻഡസ്ട്രി അനലൈസ് ചെയ്യും, അതുപോലെ തന്നെ എക്കണോമിയൊക്കെ അനലൈസ് ചെയ്യും, അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ സെക്യൂരിറ്റി തിരഞ്ഞെടുക്കുക ഇൻവെസ്റ്റ്മെൻറ്റിന്. സ്പെക്കുലേഷൻ എന്ത് ചെയ്യില്ല? ഇങ്ങനെയുള്ള അനാലിസിസ് ഒന്നും ചെയ്യില്ല. പകരം എന്ത് ചെയ്യുന്നു? മാർക്കറ്റിൻ്റെ അപ്പോഴുള്ള സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ചിട്ട് മാത്രമാണ് ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുക. അതുകൊണ്ട് ഓക്കെ, സ്പെക്കുലേഷൻ കുറച്ചുകൂടെ റിസ്കിയാണ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് നോക്കുക. എന്താണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ്? ദാറ്റ് ഈസ് ഓൺ ദ ബേസിസ് രണ്ടാമത്തെ പോയിന്റ് ഓഫ് ഡിഫറൻസ് ഓൺ ദ ബേസിസ് ഓഫ് ഒബ്ജക്റ്റീവ്, അല്ലേ? രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? ഒബ്ജക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ. എന്താണ് ഒബ്ജക്റ്റീവിൻ്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസം? ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷ്യം നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഓക്കെ, പക്ഷേ സ്പെക്കുലേഷൻ്റെ കേസിൽ നോക്കുകയാണെങ്കിലോ അബ്നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ റിട്ടേൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവായിട്ടും പറയാം. ക്ലിയർ? അപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് മേക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ടു ഗെറ്റ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, ഓർ ഒബ്ജക്റ്റീവ് ഓഫ് സ്പെക്കുലേഷൻ ഈസ് ടു മേക്ക് അബ്നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, അല്ലേ? അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാൽക്കുലേറ്റഡ് റിട്ടേൺ ആണ്, നോർമൽ ആയിട്ടുള്ള റിട്ടേൺ ആണ്. മാർക്കറ്റിൽ എന്ത് കിട്ടുമോ അത് തന്നെ നമുക്ക് പറ്റുള്ളൂ, അല്ലേ? പക്ഷേ സ്പെക്കുലേഷൻ എന്ത് ചെയ്യുന്നു? അബ്നോർമൽ ആയിട്ടുള്ള, ബാക്കി ആർക്കും കിട്ടാത്ത, അല്ലേ, ഒരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഷോർട്ട് ടേം ആയിട്ട് വാങ്ങിക്കുകയും ഷോർട്ട് ടേം ആയിട്ട് വിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് അബ്നോർമൽ ആയിട്ടുള്ള റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലേ? ഇത് അതുപോലെ തന്നെ നെക്സ്റ്റ് അടുത്ത ഡിഫറൻസ്, പോയിന്റ് ഓഫ് ഡിഫറൻസ്, ടൈം ഹൊറൈസൺ. ഓൺ ദ ബേസ് ഓഫ് ടൈം ഹൊറൈസൺ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ലോങ് ടേം ആയിട്ടുള്ള ഒരെണ്ണമാണ്, അല്ലേ? എൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് മിക്കവാറും ലോങ് ടേം ആയിരിക്കും. 1 വർഷം, 2 വർഷം, 5 വർഷം, 10 വർഷം, ഇങ്ങനെ ലോങ് ടേം ആയിട്ട് നടത്തുന്നതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷെ സ്പെക്കുലേഷനോ വളരെ ഷോർട്ട് ടേം ആയിട്ട് ചെയ്യപ്പെടുന്നതാണ് എന്ത്? സ്പെക്കുലേഷൻ. അപ്പോൾ അത് ഒരു ദിവസമാണ്, ഇൻട്രാഡേ എന്ന് പറയും. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ വാങ്ങിയും വിൽക്കുകയും ചെയ്യും. രാവിലെ 10 മണിക്ക് വാങ്ങിക്കും, ഉച്ചയ്ക്ക് 2 മണിക്ക് വിൽക്കും, അങ്ങനെ ആവാം. ഇൻട്രാഡേ, ഒരു ദിവസത്തിനകത്ത്. അല്ലെങ്കിലോ ഡേ ആയിരിക്കും, ഒരു ദിവസം വാങ്ങിക്കും, നെക്സ്റ്റ് ഡേ വിൽക്കും. അല്ലെങ്കിൽ ഒരു ദിവസം വാങ്ങിച്ച് അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വിൽക്കുക. ഇങ്ങനെ വളരെ ഷോർട്ട് പീരീഡിൽ ഒരു ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ 1 മാസമോ അല്ലെങ്കിൽ 2-3 മാസമോ, അല്ലേ, 1 വർഷത്തിൽ താഴെയുള്ള ഒരു പീരീഡിനുള്ളിൽ എന്ത് ചെയ്യും? മിക്കവാറും സ്പെക്കുലേഷൻ ചെയ്യുന്നതൊക്കെ വീക്ക്ലി ബേസിലോ മന്ത്ലി ബേസിസിലൊക്കെ വിൽക്കുകയായിരിക്കും ചെയ്യുക. ഓക്കെ, അടുത്ത പോയിന്റ് ഓഫ് ഡിഫറൻസ് എന്താണ്? സോഴ്സ് ഓഫ് ഫണ്ട്. എന്ത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റോ സ്പെക്കുലേഷനൊക്കെ ചെയ്യുക, അല്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസം കണ്ടുപിടിക്കാം. എന്താണത്? മിക്കവാറും ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയുള്ള സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഓൺഡ് ഫണ്ടായിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ സാധാരണ എന്ത് ചെയ്യാറില്ല? കടം വാങ്ങിച്ച് ചെയ്യാറില്ല. പകരം എന്ത് ചെയ്യുന്നു? ഓൺഡ് ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്യും. ക്ലിയർ? പക്ഷേ സ്പെക്കുലേഷൻ ആണെങ്കിലോ ഓൺഡ് ഫണ്ട് തന്നെ ഉപയോഗിക്കണം എന്നില്ല. ബോറോഡ് ഫണ്ട്, കടം വാങ്ങിച്ചിട്ടും ബാങ്കുകളിൽ നിന്നൊക്കെ ഷെയറിനെ പണയപ്പെടുത്തി കടം വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും? ആ ഫണ്ട് ഉപയോഗിച്ചിട്ട് വീണ്ടും സ്പെക്കുലേറ്റ് ചെയ്യും. അപ്പം രാവിലെ വാങ്ങിക്കും, നെക്സ്റ്റ് ഡേ വിൽക്കും, വീണ്ടും ആ പൈസ ഉപയോഗിച്ച് ബാങ്കിൽ അടയ്ക്കും, വീണ്ടും കടം എടുക്കും. ഇങ്ങനെ ബോറോഡ് ഫണ്ടും ഓൺഡ് ഫണ്ടും ഒക്കെ ഉപയോഗിച്ചിട്ട് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി ട്രേഡിംഗ് നടത്തുമ്പോൾ അതിനെന്ത് പറയും? സ്പെക്കുലേഷൻ. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്.
ഇൻവെസ്റ്റ്മെൻറ്റിൽ മിക്കവാറും ഓൺഡ് ഫണ്ടേ ഉപയോഗിക്കുന്നുള്ളൂ. സ്പെക്കുലേഷൻ ആണെങ്കിൽ രണ്ട് തരത്തിലുള്ള ഫണ്ടും ഉപയോഗിക്കും. ദെൻ അടുത്തത് ഡിസിഷൻ ട്രിഗർ. എപ്പോഴാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക അല്ലേ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിസിഷൻ എടുക്കുക? എന്ത് ഡിസിഷനാണ് ഇവിടെ പറയണത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ദാറ്റ് ഈസ് ഡിസിഷൻ റിലേറ്റഡ് ടു ബൈയിങ് ആൻഡ് സെല്ലിങ് അല്ലേ? എപ്പോൾ വാങ്ങിക്കണം, എപ്പോൾ വിൽക്കണം എന്നൊക്കെ നമ്മൾ എന്തിനനുസരിച്ച് തീരുമാനിക്കുക? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിൽ അത് സെക്യൂരിറ്റി അനാലിസിസ് അല്ലേ? ആ അനാലിസിസിൻ്റെ ഭാഗമായി ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ്. എന്താണ് ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ്? നമുക്കറിയാം അല്ലേ? നേരത്തെ ഞാൻ സൂചിപ്പിക്കേണ്ടായി, കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിക്കേണ്ട. എന്താണത്? ദാറ്റ് ഈസ് കമ്പനിയെക്കുറിച്ച് അനലൈസ് ചെയ്ത്, ആ കമ്പനി ഉൾപ്പെടുന്ന ഇൻഡസ്ട്രിയെക്കുറിച്ച് അനലൈസ് ചെയ്ത്, കമ്പനിയും ഇൻഡസ്ട്രിയും എല്ലാം ഉൾപ്പെടുന്ന എക്കണോമിയെക്കുറിച്ചൊക്കെ അനലൈസ് ചെയ്ത് അല്ലേ? പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, സോൾവൻസി, നെറ്റ് വർത്ത്, ഓക്കെ, ഇങ്ങനെ ഒട്ടനവധി വേരിയബിൾസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ആണ് ഒരു ഷെയർ വാങ്ങിക്കണോ വിൽക്കണോ എന്നൊക്കെ തീരുമാനിക്കുക. ക്ലിയർ? അപ്പോൾ ഇതിനെ നമ്മൾ ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സാണ് ഉപയോഗിക്കുന്നത്. കമ്പനി, ഇൻഡസ്ട്രി, എക്കണോമി ഇങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക. ക്ലിയർ? പക്ഷെ സ്പെക്കുലേഷൻ എന്ത് ചെയ്യുന്നില്ല? ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒന്നും ഉപയോഗിച്ച് അനാലിസിസ് ഒന്നും നടത്തുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? ഇത് ഷോർട്ട് ടേം ആയതുകൊണ്ട് അല്ലേ, അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? ഇൻസൈഡ് ഇൻഫർമേഷൻ ഫോർ ബൈയിങ് ആൻഡ് സെല്ലിങ്. ഇൻസൈഡായിട്ട് ഒരാൾക്ക് പ്രൈവറ്റായിട്ട് ഒരു ഇൻഫർമേഷൻ കിട്ടി, ഇവിടെ നിന്നോ ഒരാൾ റൂമർ പറഞ്ഞതാണ്. അപ്പോൾ റൂമേഴ്സ് ആവാം, ഇൻസൈഡ് ഇൻഫർമേഷൻ ആവാം അല്ലേ? അതുപോലെ തന്നെ മാർക്കറ്റ് ബിഹേവിയർ. മാർക്കറ്റ് ഇപ്പോൾ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഇപ്പോൾ ഇത് കുറയാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ സെക്യൂരിറ്റീസ് വിൽക്കും. മാർക്കറ്റ് ഇപ്പോൾ വളരെ കുറഞ്ഞുകൊണ്ട് വരുന്നു അല്ലേ? പെട്ടെന്ന് കുറഞ്ഞു വരികയാണ്, പക്ഷേ വീണ്ടും കൂടാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറേയധികം വാങ്ങിക്കും. ഇങ്ങനെ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് സെക്യൂരിറ്റി സ്പെക്കുലേഷന് വേണ്ടി ചെയ്യുമ്പോൾ അത് ഇൻസൈഡ് ഇൻഫർമേഷൻ, മാർക്കറ്റ് ബിഹേവിയർ, റൂമേഴ്സ്, ഓക്കെ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ചെയ്യപ്പെടുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസിഷൻ ട്രീ. ദെൻ നേച്ചർ ഓഫ് റിട്ടേൺ. ഓൺ ദ ബേസ് ഓഫ് നേച്ചർ ഓഫ് റിട്ടേൺ. റിട്ടേണിൻ്റെ നേച്ചർ എന്താണ് നോക്കൂ. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് രണ്ട് തരത്തിലുള്ള റിട്ടേൺ അവിടെ കിട്ടും അല്ലേ? രണ്ട് എലമെൻ്റ് ഉണ്ട് റിട്ടേൺ. എന്തൊക്കെയാണ്? ഇൻകം പ്ലസ് ക്യാപിറ്റൽ ഗെയിൻ. ഇത് നേരത്തെ നമ്മൾ നോക്കിയതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്പെക്കുലേഷൻ ആണെങ്കിലോ അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ക്യാപിറ്റൽ ഗെയിൻ മാത്രമേ ഉള്ളൂ. എന്തിനുള്ള സാധ്യതയില്ല? ഇൻകത്തിനുള്ള സാധ്യതയില്ല. എന്തുകൊണ്ടാണ് ഇൻകത്തിന് സാധ്യതയില്ലാത്തത്? കാരണം അത് വളരെ ഷോർട്ട് പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ദിവസമോ ഒരാഴ്ചയോ 2 മാസമോ അല്ലേ? ആ സമയത്തിനുള്ളിൽ എന്ത് ഡിക്ലെയർ ചെയ്യപ്പെടണമെന്നില്ല? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യപ്പെടണമെന്നില്ല, ഇൻട്രസ്റ്റ് കൊടുക്കപ്പെടണമെന്നില്ല. അതുകൊണ്ട് മെയിൻലി ക്യാപിറ്റൽ ഗെയിൻ പ്രതീക്ഷിച്ചിട്ടാണ് സ്പെക്കുലേഷൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് എന്താണ്? പോയിന്റ് ഓഫ് ഡിഫറൻസ്, ഫ്രീക്വൻസി ഓഫ് ട്രാൻസാക്ഷൻ അല്ലേ? ഇൻവെസ്റ്റ്മെൻറ്റും സ്പെക്കുലേഷൻ രണ്ടും ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് സെക്യൂരിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ട്രാൻസാക്ഷൻ അല്ലേ വളരെ വ്യത്യാസമാണ്. എന്താണ് ഫ്രീക്വൻസി? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്, ബൈയിങ് ആൻഡ് സെല്ലിങ് ചെയ്യുന്നത് എപ്പോഴെങ്കിലും ചെയ്യുള്ളൂ അല്ലേ? ഒക്കേഷണലി അല്ലേ? എന്താ ഒക്കേഷണലി? എപ്പോഴെങ്കിലും ചെയ്യും അല്ലേ? ഒരു സമയത്ത് വാങ്ങിക്കും, പിന്നെ കുറേ സമയം വെറുതെ ഇരിക്കും അല്ലേ? 1 വർഷം 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അത് വിൽക്കുക. അപ്പോൾ ഒക്കേഷണൽ ആയിട്ട് ഉള്ള ബൈയിങ് ആൻഡ് സെല്ലിങ് ആയിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുക. പക്ഷേ സ്പെക്കുലേഷൻ ആണെങ്കിലോ ഫ്രീക്വൻറ്റ് ബൈയിങ് ആൻഡ് സെല്ലിങ് ആണ് അല്ലേ? ഡെയിലി ബേസിസ് ആയിട്ടുള്ള ബൈയിങ് ആൻഡ് സെല്ലിങ്. ചിലപ്പോൾ ഇൻട്രാഡേ ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കും അല്ലേ? ഒരു ദിവസത്തിനകത്ത് തന്നെ ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കും. ക്ലിയർ? അപ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ചിലപ്പോൾ 1, 2, 3, 4 തവണ ബൈയിങ് ആൻഡ് സെല്ലിങ് നടന്നിട്ടുണ്ടാവും. ക്ലിയർ? ഇങ്ങനെ ഫ്രീക്വൻസി ഓഫ് ട്രാൻസാക്ഷൻ വളരെ കൂടുതലായിരിക്കും സ്പെക്കുലേഷനിൽ. ഓക്കെ, അടുത്ത പോയിന്റ് ഓഫ് ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? റിസ്ക് പെർസെപ്ഷൻ. ഓക്കെ, സാധാരണഗതിയിൽ റിസ്ക് പെർസെപ്ഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായിരിക്കും? ഇൻവെസ്റ്റേഴ്സ് നോർമലി റിസ്ക് അവേഴ്സ് ആണ്. നമ്മൾ പറയുന്ന പേരെന്താ? അവേഴ്സ്. റിസ്ക് അവേഴ്സ്. എന്താ റിസ്ക് അവേഴ്സ് എന്ന് പറഞ്ഞാൽ? റിസ്ക് ഏറ്റെടുക്കാൻ താല്പര്യം ഇല്ലാത്ത, അല്ലെങ്കിൽ റിസ്ക് വളരെ കുറയ്ക്കണം എന്നുള്ള, അല്ലെങ്കിൽ റിസ്ക് കുറഞ്ഞിരിക്കണം എന്ന് താല്പര്യപ്പെടുന്ന ആളുകളാണ് ഇൻവെസ്റ്റേഴ്സായിട്ട് വരിക. പക്ഷേ സ്പെക്കുലേറ്റേഴ്സ് എങ്ങനെയുള്ളതായിരിക്കും? റിസ്ക് വളരെ ഏറ്റെടുക്കാൻ താല്പര്യമുള്ള അല്ലേ? റിസ്കിനോട് വളരെയധികം ആഭിമുഖ്യമുള്ള ആളുകളായിരിക്കും. എന്താ കാരണം? കൂടുതൽ റിസ്ക് ഏറ്റെടുത്താലേ അവർക്ക് കൂടുതൽ റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവരെപ്പോഴെന്തായിരിക്കും? റിസ്ക് സീക്കിംഗ് പീപ്പിൾ ആയിരിക്കും, റിസ്ക് ലവിങ് പീപ്പിൾ ആയിരിക്കും. ഓക്കെ, അവർ കൂടുതൽ റിസ്ക് ഏറ്റെടുക്കും. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റോ കുറഞ്ഞ റിസ്ക് അല്ലെങ്കിൽ
റിസ്കിനോട് അവേഴ്സ്നെസ് അല്ലേ, അതിനോട് വിമുഖത ഉണ്ടാവുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയുടെ റിട്ടേൺ എന്തായിരിക്കും? നോർമൽ റിട്ടേൺ ആയിരിക്കും, അല്ലെങ്കിൽ മോഡറേറ്റ് റിട്ടേൺ ആയിരിക്കും അല്ലേ, കുറച്ചായിരിക്കും റിട്ടേൺ കിട്ടുക. ക്ലിയർ? ഓക്കെ. അപ്പോൾ റിസ്കിൻ്റെ പെർസെപ്ഷനിലും വ്യത്യാസമുണ്ട്. ദെൻ റിസ്ക് റിട്ടേൺ റിലേഷൻഷിപ്പ്, റിസ്കിൻ്റെയും റിട്ടേണിൻ്റെയും റിലേഷൻഷിപ്പ് അല്ലേ, നമുക്കറിയാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. റിട്ടേൺ എങ്ങനെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റിൽ നോർമൽ റിട്ടേൺ ആണ് അല്ലേ, പക്ഷേ എവിടെയാണെങ്കിലോ സ്പെക്കുലേഷൻ ആണെങ്കിലോ അബ്നോർമൽ റിട്ടേൺ ആണ് അല്ലേ. അതുപോലെ റിസ്ക് എങ്ങനെയായിരിക്കും? ഇൻവെസ്റ്റ്മെൻറ്റിൽ റിസ്ക് എന്താ? മോഡറേറ്റ് റിസ്ക് ആണ് അല്ലേ. നമ്മൾ കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയും. എന്താ കാൽക്കുലേറ്റഡ് റിസ്ക്? നമ്മൾ മെഷർ ചെയ്ത് ഇത്രയൊക്കെ റിസ്ക് വരാം സാധ്യതയുണ്ടെന്നൊക്കെ മുൻകൂട്ടി അനലൈസ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനെ കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയാം, നോർമൽ റിസ്ക് എന്ന് പറയാം. ക്ലിയർ? പക്ഷേ സ്പെക്കുലേഷൻ വരുമ്പോൾ എന്താ? അവിടെ റിസ്ക്കും റിട്ടേണും തമ്മിൽ ചിലപ്പോൾ എന്തുണ്ടാവണമെന്നില്ല, റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടാവണമെന്നില്ല. ക്ലിയർ? സോ ഇത് നോക്കുകയാണെങ്കിൽ, എൻ്റെ പോയിന്റ് നോക്കുകയാണെങ്കിൽ റിസ്ക് റിട്ടേൺ റിലേഷൻഷിപ്പ് ആ പ്രപ്പോർഷണൽ ഇൻ ദ കേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൽ അത് പ്രപ്പോർഷണൽ ആണ്. എത്ര റിസ്ക് ഏറ്റെടുക്കുന്നോ അതിന് അനുപാതമായിട്ട് എന്ത് കിട്ടും? റിട്ടേൺ കിട്ടും. ക്ലിയർ? പക്ഷേ സ്പെക്കുലേഷൻ്റെ കാര്യത്തിൽ മിക്കവാറും എന്താ? അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ്. ഓക്കെ ചിലപ്പോൾ അബ്നോർമൽ ആയിട്ടുള്ള റിട്ടേൺ കിട്ടും കുറച്ച് റിസ്ക് ഏറ്റെടുക്കുന്നതിൻ്റെ ഫലമായി. പക്ഷെ ചിലപ്പോൾ എന്ത് വരാം? തിരിച്ചും വരാം. ഇങ്ങനെ റിസ്കിൻ്റെയും റിട്ടേണിൻ്റെയും പ്രപ്പോർഷനിൽ ചിലപ്പോൾ എന്ത് വരുന്നു? അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഡിസ്പ്രപ്പോർഷണൽ നേച്ചർ വരാം. ദെൻ അടുത്ത പോയിന്റ് എന്താണ്? നേച്ചർ ഓഫ് ഡിസിഷൻ. നമ്മൾ എടുക്കാവുന്ന ഡിസിഷൻ്റെ പ്രത്യേകത എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത് കെയർഫുള്ളി തോട്ട് ഔട്ട് ഡിസിഷനാണ്. കെയർഫുള്ളി തോട്ട് ഔട്ട്, വളരെയധികം ചിന്തിച്ച് നമ്മുടെ റാഷണാലിറ്റിയൊക്കെ ഉപയോഗിച്ച് സെക്യൂരിറ്റി അനാലിസിസ് ഒക്കെ ചെയ്ത് പല കാര്യങ്ങളും വിലയിരുത്തി എന്നിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. പക്ഷേ സ്പെക്കുലേഷൻ എന്ത് ചെയ്യാവുന്നില്ല? ഇങ്ങനെയുള്ള അനാലിസിസ് ഒന്നും നടത്തുന്നില്ല, തിങ്കിങ് ഒന്നും നടത്തുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? ദേ ആർ മേക്കിംഗ് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ സർട്ടൻ പ്രൈവറ്റ് ഇൻഫർമേഷൻ, റൂമേഴ്സ്, ദെൻ ബേസ്ഡ് ഓൺ സർട്ടൻ മാർക്കറ്റ് ഇൻഫർമേഷൻ, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ചില ഇൻഫർമേഷൻ, ചില റൂമേഴ്സ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വാങ്ങിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അല്ലേ അവിടെ എന്തും നടക്കുന്നില്ല, ഒരു കെയർഫുള്ളി തോട്ട് ഔട്ട് ഡിസിഷൻ ഒന്നുമല്ല നടക്കുക. ഇവിടെ സെൻറ്റിമെൻറ്റ്സിനാണ് പ്രധാനം. അവരെന്താണോ പെർസീവ് ചെയ്യുന്നത്, സ്പെക്കുലേറ്റർ എന്ത് പെർസീവ് ചെയ്യുന്നു അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട എലമെൻ്റ് എന്ന് പറയുന്നത്, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കെയർഫുള്ളി തോട്ട് ഔട്ട് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ചില ഡിഫറൻസ്, പോയിന്റ് ഓഫ് ഡിഫറൻസ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെയും സ്പെക്കുലേഷനെ കുറിച്ചും പറയാൻ ഉള്ളത്. ഇനി ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ സ്പെക്കുലേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ് ഉണ്ട് അല്ലേ, മാർക്കറ്റിൽ സാധാരണ കാണപ്പെടാവുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ്. പ്രധാനമായിട്ട് നമുക്ക് രണ്ട് ആൾക്കാർ നമ്മൾ കാണപ്പെടാറുണ്ട് അല്ലേ. ഈവൻ ദോ സ്പെക്കുലേറ്റേഴ്സിൻ്റെ ടൈപ്പ് 4 തരത്തിലുണ്ടെങ്കിലും അല്ലേ, നമുക്ക് 2 ആൾക്കാരാണ് പ്രധാനമായിട്ട് മാർക്കറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആരൊക്കെയാണത്? ഒന്ന് ബുൾസ് എന്ന് പറയും അല്ലേ നമ്മൾ. ദെൻ വേറൊന്ന് എന്തായിരിക്കും? നമുക്കറിയാം, ബിയർ അല്ലേ. ബുള്ളുകളും ബിയറുകളും സ്റ്റോക്ക് മാർക്കറ്റിലുള്ള 2 പ്രധാനപ്പെട്ട സ്പെക്കുലേറ്റർ ആണ്, സ്പെക്കുലേറ്റീവ് ഓപ്പറേറ്റേഴ്സ് ആണ് ബുൾസ് ആൻഡ് ബിയേഴ്സ് അല്ലേ. ബുൾസ് എന്ന് പറയുന്ന ആൾക്കാരാരാ? ബുൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് തുടർന്നും വർദ്ധിക്കും, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പോസിറ്റീവായിട്ട് വരും, അപ്പായിട്ട് വരും, അപ്പ് ട്രെൻഡ് പ്രിവെയിൽ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും ഷെയറിൻ്റെ പ്രൈസ് കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ സെക്യൂരിറ്റികൾ, ഷെയറുകളും ഒക്കെ വാങ്ങിച്ചു കൂട്ടുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക? ബിയർ അല്ലെങ്കിൽ ബിയർ എന്നാണോ പറയുക? അല്ല, ബുൾസ്. എന്താ പറയുക? ബുൾസ്. അപ്പോൾ ബുള്ളുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷെയറിൻ്റെ മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലുള്ള ഷെയർ പ്രൈസ് വളരെയധികം കൂടാനുള്ള സാധ്യത ഉണ്ട്, ഫ്യൂച്ചറിൽ കൂടാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കറണ്ടിൽ ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഷെയറുകൾ അല്ലെങ്കിൽ സെക്യൂരിറ്റികൾ വാങ്ങിക്കുന്നു. ഇങ്ങനെയുള്ള ആൾക്കാരാണ് ബുൾസ് എന്ന് പറയുക. ഇനി റിവേഴ്സാണ് ബിയർ എന്ന് പറയുന്നത് അല്ലേ. ബിയറിൻ്റെ നേച്ചർ എന്താ? ബിയർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? അതായത് ഷെയറിൻ്റെ പ്രൈസ് ഫ്യൂച്ചറിൽ കുറയുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കൈവശമുള്ള ഇപ്പോഴുള്ള സെക്യൂരിറ്റീസിന് എന്ത് ചെയ്യുന്നു? കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുന്നു.
കാരണം എന്താ, ഫ്യൂച്ചർ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഷെയറിൻ്റെ വില വീണ്ടും കുറയും. അപ്പോൾ വിൽക്കാൻ പോയി കഴിഞ്ഞാൽ എന്താവും, നഷ്ടം വരും. അതുകൊണ്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യുന്നു, വിൽക്കുന്നു. ഇങ്ങനെ ഫ്യൂച്ചറിൽ ഷെയർ പ്രൈസ് കുറയും, മാർക്കറ്റ് കുറഞ്ഞു വരും, മാർക്കറ്റ് ഡൗൺ ആവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിലവിലുള്ള ഹോൾഡിങ്സിനെ ഡിസ്പോസ് ചെയ്യുന്ന, സെല്ലിങ് ചെയ്യുന്ന അല്ലേ ഓപ്പറേറ്റേഴ്സാണ് ആര്, ബിയേഴ്സ് എന്ന് പറയും അല്ലേ. അവരെന്ത് ചെയ്യും, അപ്പോൾ ഡിസ്പോസ് ചെയ്യും. കുറേ കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഡൗൺ ആയി ഷെയറിൻ്റെ പ്രൈസ് വളരെ കുറഞ്ഞു വരുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഇതിനെ തിരിച്ചു വാങ്ങിക്കും. അപ്പോൾ വിറ്റപ്പോൾ കൂടുതൽ വില കിട്ടി, തിരിച്ചു വാങ്ങിച്ചപ്പോൾ കുറച്ച് വില കൊടുത്താൽ മതി. അവരുടെ ഷെയർ നഷ്ടപ്പെടുന്നുണ്ടോ, ഇല്ല. അപ്പം ഇങ്ങനെ ലാഭമുണ്ടാക്കുന്ന വ്യക്തികളാണ് ആര്, ബിയേഴ്സ്. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട ഓപ്പറേറ്റേഴ്സ് നമുക്ക് മാർക്കറ്റിൽ സാധാരണ കാണപ്പെടാറുണ്ട്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്.